റെഡ് കാർപ്പറ്റിൽ നമ്മുടെ കൂടെ അതിഥികളായിട്ട് ഇന്ന് വരാൻ പോകുന്നത് മഞ്ഞ പോലൊരു പെൺകുട്ടി എന്ന സിനിമയിലൂടെ മലയാളികളുടെ മനസ്സിലേക്ക് വന്ന ഒരു ഒരു കുഞ്ഞ്, ഇപ്പോഴും നമുക്ക് ആ മുഖം കണ്ടാൽ തോന്നും അതുപോലെ ആ കുഞ്ഞു പയ്യനാണെന്ന്. അങ്ങനെ നിഷ്കളങ്കനായ ദ വെരി ടാലന്റഡ് ജയകൃഷ്ണൻ. സോ ലെറ്റ്സ് വെൽക്കം ജയകൃഷ്ണൻ. ആൻഡ് ജയകൃഷ്ണന്റെ കൂടെ നമ്മള് കുടുംബ പ്രേക്ഷകർക്ക് എല്ലാം സുപരിചിതയായ ഒരു ആർട്ടിസ്റ്റാണ്. ഡാൻസും പാട്ടും എല്ലാം ഉള്ള ഒരു കലാകാരിയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം അമൃത. ഹലോ 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 എന്റെ അടുത്തേക്ക് ചേർന്ന് നിൽക്കൂ. ഞാനും ജയകൃഷ്ണൻ നല്ല സുഹൃത്താണ്, ഞാനും അമൃതയും നല്ല സുഹൃത്തുക്കളാണ്. പക്ഷെ നമ്മൾ കുറെ നാളിന് ശേഷമാണ് ഇങ്ങനെ നിങ്ങളുടെ മഹാഭാഗ്യമല്ലേ ഇതൊക്കെ. നിങ്ങൾ എന്താ ഇങ്ങനെ ഭാഗ്യം വേണോ? ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ ഒരു പ്രായം എത്തണം. ഇപ്പൊ നിങ്ങൾ പിഞ്ചു ഓമനകളാണ്, ഒരു പ്രായം എത്തുമ്പോ നിങ്ങൾക്ക് അത് മനസ്സിലാവും. മാനസികമായി ഞങ്ങൾ വളർന്നിട്ടില്ല. അപ്പൊ എന്തായാലും ഐശ്വര്യമായിട്ട് നമുക്ക് ഇന്നത്തെ റെഡ് കാർപ്പറ്റിന്റെ പുതിയ എപ്പിസോഡ് ആരംഭിക്കാം. ഇവരെ നമുക്ക് ഇരുത്തിക്കൊണ്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ ചോദിക്കാം. നമുക്ക് ആദ്യം തന്നെ കിച്ചുവിന്റെ വിശേഷങ്ങളിലേക്ക്, അതായത് കിച്ചു എന്ന് വിളിക്കാല്ലേ ഇടയ്ക്ക് ജയകൃഷ്ണൻ ഇടയ്ക്ക് കിച്ചു അങ്ങനൊക്കെ ഞാനിങ്ങനെ വിളിക്കും. അപ്പൊ അതായത് നമുക്ക് മലയാളികൾക്ക് എല്ലാം അറിയാം, താങ്കളൊരു നടനാണ്, എല്ലാവരും പ്രിയങ്കരനായിട്ട് മലയാള സിനിമയിലേക്ക് കടന്നു വന്നാണ്, ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ ഇപ്പോ പുതിയൊരു വേഷത്തിൽ അല്ലെങ്കിൽ പുതിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. പുതിയ വേഷം, പുതിയ ഹെയർ സ്റ്റൈൽ, അങ്ങനെ പലതരം മാറ്റങ്ങളുണ്ട്. വീട്ടിലിരുന്ന് പണിയില്ലാതിരുന്നിരുന്ന് മുടി വളർന്നു പോയത്. അതെ, അപ്പൊ അതുകൊണ്ട് അതൊരു സ്റ്റൈലാക്കി. പക്ഷെ ഇപ്പോഴത്തെ ചെയ്യാൻ പോകുന്ന ജോലിക്ക് ആ സ്റ്റൈല് വളരെ അനുയോജ്യമാണ്. അതും നമ്മുടെ അമൃത ടിവിയിലൂടെ ആവുന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അതിന്റെ വിശേഷങ്ങൾ പറയൂ നമ്മുടെ പ്രേക്ഷകരോട്. അത് ആദ്യമായിട്ടാണ് ഈ പറഞ്ഞ പോലെ റിവീൽ ചെയ്യുന്നത്. യെസ്, അമൃതയ്ക്ക് വേണ്ടി നമ്മളൊരു രസകരമായ ഒരു കോമഡി പ്രൊജക്ട് നമ്മൾ ചെയ്യുന്നു. താങ്കളാണ് അതിന്റെ, ഞാനാണ് അതിന്റെ സംവിധായകൻ. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഇവിടെ വെച്ചിട്ട് റിവീൽ ചെയ്യാണ്, ഞങ്ങൾ എല്ലാവരും അതിനു വേണ്ടി ഒരു ഓൾ ദി ബെസ്റ്റ് പറയുന്നു. അമൃത ടിവിയിൽ അമൃത വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അമൃതയുടെ വിശേഷങ്ങൾ പറയൂ. സീരിയലിന്റെ പ്രൊമോക്കുള്ള ഒരു വകുപ്പായില്ല, അമൃത ടിവിയിൽ അമൃത വന്നിരിക്കുന്നു, മറക്കാതെ കാണുക. അമൃത പറയൂ, അമൃതയുടെ സീരിയൽ വിശേഷങ്ങൾ പറയൂ. എങ്ങനെയാണ് ഇപ്പോഴത്തെ, എങ്ങനെ പോകുന്നു പ്രൊജക്ട്? നന്നായിട്ട് പോകുന്നു. അല്ല ശരിക്കും ആരാധകരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാധകരാണ്. കുടുംബ പ്രേക്ഷകരുടെ പ്രിയ പുത്രിയായിട്ട് നടക്കുകയാണ്. അതിന്റെ ഇടയിൽ തങ്കക്കുടം. അമൃത എന്നുള്ള പേര് ആരും വിളിക്കില്ല. തീർച്ചയായിട്ടും ഭാഗ്യമാണ്. ലോട്ടറി എടുക്കാറുണ്ടോ? ഉണ്ട്, അതില് ഭാഗ്യം. ഇതുവരെ ആ ഭാഗ്യം കിട്ടിയിട്ടില്ല എനിക്ക്. ജയകൃഷ്ണന്? അല്ല, ഞാൻ ലോട്ടറി എടുക്കും, എടുത്തിട്ട് ഇതുവരെ അടിച്ചിട്ടില്ല. പക്ഷെ ഞാൻ എടുത്തു കൊടുത്തിട്ട് അടിച്ചിട്ടുണ്ട്. 2000 രൂപ. അപ്പൊ അതും ഭാഗ്യമുണ്ട്. അപ്പൊ ഭാഗ്യമുണ്ട്. കേട്ടിട്ടില്ല? ശ്രീനിയേട്ടന്റെ ഒരു സിനിമയുണ്ട് പഴയ, ഭാഗ്യവാൻ എന്ന് പറഞ്ഞത്. അലഭ്യലഭ്യശ്രീ. അതായത് എനിക്കതുണ്ടെങ്കിൽ അമൃതയ്ക്ക് അത് ഗുണം ചെയ്യും. അതായത് അമൃതയ്ക്ക് ഗുണം ചെയ്യില്ല, എനിക്കത് ഗുണം ചെയ്യില്ല, അമൃതയ്ക്ക് അത് ഗുണം ചെയ്യും. മനസ്സിലായി? മനസ്സിലായില്ല? അതായത് ശരിക്കും എല്ലാം മനസ്സിലായി. നിർത്തി പറയൂ. അതായത് ശരിക്കും ലോട്ടറി എടുക്കുന്ന ആരാ? ജയകൃഷ്ണൻ. ഞാനാണ് എടുക്കുന്നത്. പക്ഷെ എടുക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? അമൃതയ്ക്ക് വേണ്ടി. അപ്പൊ സോസിയക്ക് എന്താണ് ഇതിന്റെ ഇടയിൽ കാര്യം? എനിക്ക് കാര്യമില്ല. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടന്നാൽ പോരെ. അപ്പൊ എന്തായാലും എനിക്ക് ഒരു ലോട്ടറി എടുത്തായിരുന്നു. ഞാൻ എടുത്തതിനോട് ഒന്നും അടിക്കുന്നില്ല. അപ്പൊ എനിക്ക് ഇല്ല, അലഭ്യലഭ്യശ്രീ എനിക്ക് വേണ്ടി. ഓക്കെ, എത്രയും പെട്ടെന്ന് ഓണം വരാൻ പോണ്, എടുത്തു തന്നിരിക്കും. ഞാൻ അല്ലെങ്കിൽ വീട്ടിലേക്ക് വരും.